എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ വൈറ്റ് ബീഡ് എന്തിനായിരിക്കും നമ്മുടെ റോക്സ് പാരറ്റ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ വൈറ്റ് ബീഡ് എങ്ങനെയുള്ള ഒരാളാണെന്ന്. റോക്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ റോക്സിൻ്റെ സ്വഭാവം ഒരിക്കലും മാച്ച് ആവില്ല. എന്നിട്ടും എന്തിനായിരിക്കും നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ റോക്സിൻ്റെ കൂടെ ചേർന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പകുതിയല്ല, നിങ്ങൾ വീഡിയോ കാണുന്ന മുക്കാഭാഗം പേരും മുക്കാലല്ല, ഏകദേശം മുഴുവൻ പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇന്നലത്തെ വീഡിയോ അതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇത്ര പേര് മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇടാൻ കിട്ടുന്ന മോട്ടിവേഷൻ എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആവാനും ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. വൈറ്റ് ബീഡ് ഒരു പാരറ്റായി മാറിയത് തന്നെ തനിക്കായിട്ടൊരു ഫാമിലി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. വൈറ്റ് ബീഡിൻ്റെ ക്രൂവിലെ ഓരോ മെമ്പേഴ്സിനെയും തൻ്റെ മകനായിട്ടാണ് നമ്മുടെ വൈറ്റ് ബീഡ് കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, വൈറ്റ് ബീഡ് ഒരുപാട് ലാൻഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ വൈറ്റ് ബീഡ് എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മുടെ വൈറ്റ് ബീഡ് റോക്സ് പാരറ്റ്സിലെ ഒരു മെമ്പറായി മാറിയെന്ന് മാത്രമല്ല, നമ്മുടെ റോക്സിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയിരുന്നു നമ്മുടെ വൈറ്റ് ബീഡ്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വൈറ്റ് ബീഡും അതുപോലെ തന്നെ ഇത്രയും നല്ല മനുഷ്യനായ വൈറ്റ് ബീഡ് എന്തിനായിരിക്കും നമ്മുടെ റോക്സിൻ്റെ കൂടെ പോയത്? ഇതിനുള്ള ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ഇതുവരെ റിവീൽ ആയിട്ടില്ലെങ്കിലും 3 പോസിബിലിറ്റീസാണ് ഉള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ റോക്സ് നമ്മുടെ വൈറ്റ് ബീഡിനെ ഫോഴ്സ് ചെയ്ത് തന്നെ ഫോളോ ചെയ്യിപ്പിച്ചതായിരിക്കാം. റോക്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റ് ബീഡ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെയുള്ള ഒരു പോസിബിലിറ്റി, നമ്മുടെ വൈറ്റ് ബീഡ് ഒരു പക്ഷേ നമ്മുടെ റോക്സിൻ്റെ പ്ലാൻസൊക്കെ കേട്ട് ഇംപ്രസ് ആയിട്ട് റോക്സിനെ ഫോളോ ചെയ്യാൻ നമ്മുടെ വൈറ്റ് ബീഡ് തീരുമാനിച്ചതാവാം. ഇങ്ങനെ ആവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ വൈറ്റ് ബീഡും റോക്സും നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. വൈറ്റ് ബീഡിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊട്ടക്ടറായിട്ട് കാണാം. നമ്മുടെ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ സ്ലേവ്സിനെ ഇവരൊക്കെ നമ്മുടെ വൈറ്റ് ബീഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേസമയം നമ്മുടെ റോക്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റുമാണ്. അതുകൊണ്ട് തന്നെ റോക്സിനെ കണ്ടിട്ട് എന്തായാലും നമ്മുടെ വൈറ്റ് ബീഡ് ഇംപ്രസ് ഒന്നും ആവാൻ പോകുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റ് ബീഡിന് ഒരുപാട് മെമ്പേഴ്സുള്ള ഒരു വലിയ ഫാമിലി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഫാമിലി ഉണ്ടായാലും നമ്മുടെ വൈറ്റ് ബീഡിന് ഒരുപാട് പണത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വൈറ്റ് ബീഡിന് ഇതുപോലുള്ള ഫിനാൻഷ്യലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മുടെ റോക്സ് പാരറ്റ്സിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാവുക. കാരണം റോക്സിൻ്റെ കൂടെ പോയാൽ എന്തായാലും വെറുതെ ആവില്ല എന്ന് നമ്മുടെ വൈറ്റ് ബീഡിന് അറിയാം. ഒരു പക്ഷേ നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ റോക്സിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാവുക ഫിനാൻഷ്യലിയുള്ള തൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിരിക്കും. തൻ്റെ പ്രോബ്ലം എന്നല്ല, നമ്മുടെ വലിയൊരു ഫാമിലി ഉണ്ടാകും, ആ ഫാമിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ റോക്സ് പാരറ്റ്സിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാവുക. കാരണം റോക്സ് പാരറ്റ്സിൻ്റെ ക്രൂ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ക്രൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന ട്രഷറിൻ്റെ കാര്യത്തിൽ പഞ്ഞൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മുടെ വൈറ്റ് ബീഡിന് അറിയാം. ഒരു പക്ഷേ തൻ്റെ ഫാമിലിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും വൈറ്റ് ബീഡ് നമ്മുടെ റോക്സ് പാരറ്റ്സ് ചേർന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ റോക്സ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഹേർട്ട് ചെയ്യില്ലെന്ന് വാക്കം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ റോക്സ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാവുക. ഇതിൽ ഏറ്റവും ചാൻസ് കൂടുതൽ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോസിബിലിറ്റി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിലേ ബൈ.